MMO പ്രൈവറ്റ് ഐടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെറീന PP, ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളാർ പവറിൻ്റെ പാർട്ട് 2. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ: ഡിഫൈൻ സോളാർ സെല്ല്, ഡിസ്ക്രൈബ് working of photovoltaic cell, explain photovoltaic cell basics, list the type of solar cells, differentiate monocrystalline and polycrystalline solar panels, solar cell definition, photovoltaic cell working, photovoltaic cell basics, types of solar cell, മോണോക്രിസ്റ്റലൈൻ പോളിക്രിസ്റ്റലൈൻ സോളാർ സെല്ലുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് സോളാർ സെല്ല് അഥവാ ഫോട്ടോവോൾട്ടൈക് സെല്ല് നോക്കാം. Photovoltaic material അഥവാ ഡിവൈസ് കൺവേർട്സ് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഫോട്ടോവോൾട്ടൈക് സെല്ല് അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്നത് സൺലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ്. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളിലെ മെറ്റീരിയൽ നമ്മൾ പറയുക ഫോട്ടോവോൾട്ടൈക് എന്ന് പറയും. ഓക്കെ, ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെയാണ് ഫോട്ടോവോൾട്ടൈക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോവോൾട്ടൈക്കിന് നമ്മൾ PV എന്നാണ് ഷോർട്ടായിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ PV സെൽസ് ആർ കോമൺലി നോൺ ആസ് സോളാർ സെൽസ്. നമുക്കൊക്കെ പരിചയമുള്ളത് സോളാർ സെൽ, കൂടുതലായിട്ട് അറിയപ്പെടുന്ന PV സെൽസ് എന്നല്ല, സോളാർ സെൽസ് എന്നാണ്. അപ്പോൾ കോമൺലി PV സെൽസിനെ തന്നെയാണ് കോമൺ ആയിട്ട് എന്ന് വിളിക്കുന്നത്, സോളാർ സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ സോളാർ സെൽസ് വർക്ക് ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഫോട്ടോവോൾട്ടൈക് സെല്ല് അല്ലെങ്കിൽ സോളാർ സെല്ല് ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഫോട്ടോവോൾട്ടൈക് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് മൂലമാണ്. അപ്പോൾ എന്താ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഒരു PN ജംഗ്ഷനിൽ ലൈറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് PN ജംഗ്ഷൻ ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ദ ജനറേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് PN ജംഗ്ഷൻ ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് റേഡിയേഷൻ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോവോൾട്ടൈക് സെൽസ്. Photovoltaic cells or solar cells take advantage of the photoelectric effect to produce electricity. Okay, PV cells are the building blocks of all PV system. Photovoltaic സിസ്റ്റത്തിലെല്ലാം ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്? PV cells ആണ്. ഈ PV cells comes in many sizes and shape. ഒരുപാട് സൈസിലും ഷേപ്പിലൊക്കെ നമുക്ക് സോളാർ സെല്ല് അവൈലബിൾ ആണ്. Crystalline silicon PV cells are the most common in use. Crystalline PV സെൽസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നോക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോവോൾട്ടൈക് സെൽ ഓർ സോളാർ സെൽ. ഫോട്ടോവോൾട്ടൈക് സെൽ കൺസിസ്റ്റ് ഓഫ് ഹൈ പ്യൂരിറ്റി സിലിക്കൺ. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഹൈ പ്യൂർ ആയിട്ടുള്ള സിലിക്കൺ ആണ് ഫോട്ടോവോൾട്ടൈക് സെൽ ഉള്ളത്. ഓൺ ദ സിലിക്കൺ PN മീൻസ് P പോസിറ്റീവ്, N നെഗറ്റീവ്. ഇപ്പോൾ PN ജംഗ്ഷൻ, പോസിറ്റീവ് നെഗറ്റീവ് ജംഗ്ഷൻ വാസ് ഫോംഡ് ആസ് എ പൊട്ടൻഷ്യൽ ബാരിയർ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ അല്ലെ N എന്ന റെഡിലും ഇവിടെ N കാണുന്നുണ്ട് റെഡിലും, അതുപോലെ P വയലറ്റിലും കൊടുത്തിട്ടുണ്ട്. ആ Pയും Nയും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുത്തത് അതാണ് പൊട്ടൻഷ്യൽ ബാരിയർ. PN ജംഗ്ഷൻ എന്ന് പറയുന്നത് PN ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ Pയും പോസിറ്റീവും നെഗറ്റീവും കൂടെ ജോയിൻ ചെയ്താണ് PN ജംഗ്ഷൻ. വാസ് ഫോംഡ് ആസ് എ പൊട്ടൻഷ്യൽ ബാരിയർ. Photons falling on the PN junction cause the rise of pairs of opposite electrical charge carriers. അപ്പോൾ ആ PN ജംഗ്ഷനിൽ ലൈറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത്, ലൈറ്റ് പതിക്കുന്ന സമയത്ത് ആ PN ജംഗ്ഷനിൽ ഓപ്പോസിറ്റ് ഇലക്ട്രിക്കൽ ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോണും ഹോളും, ഇലക്ട്രോൺ നെഗറ്റീവും ഹോള് പോസിറ്റീവും ആണല്ലേ, അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണും ഹോളിൻ്റെയും പെയർ അവിടെ ജനറേറ്റ് ചെയ്യും, കൂടുതൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, വിച്ച് ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രസൻസ് ഓഫ് PN ജംഗ്ഷൻ ആർ സെപ്പറേറ്റഡ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും? രണ്ട് ഡയറക്ഷൻസിലേക്ക് PN ജംഗ്ഷനിൽ നിന്ന് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് ഗോസ് ടു ദ സെമി കണ്ടക്ടർ N ആൻഡ് ഹോൾസ് ഗോ ടു ദ സെമി കണ്ടക്ടർ Pയിലേക്ക് പോകും. ഓക്കെ, ദ വോൾട്ടേജ് വിൽ അറൈസ് ഓൺ ദ ജംഗ്ഷൻ. അപ്പോൾ ആ ജംഗ്ഷനിൽ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആ ജംഗ്ഷൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സെല്ലിനെ പോലെ ആക്ട് ചെയ്യും. ദ ജംഗ്ഷൻ ഓൺ വിച്ച് ലൈറ്റ് ഫോൾസ് ആക്ട് ആസ് സ്റ്റേബിൾ ഇലക്ട്രിക് സെൽ. ആ ജംഗ്ഷനിൽ ലൈറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ജംഗ്ഷന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സെല്ലിനെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് ലൈറ്റ് സൺലൈറ്റ് ഫോൾ ചെയ്യുന്നത് അല്ലേ. N ലെയർ തിക്നെസ് കുറവും P ലെയർ തിക്നെസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്?
എൻ ലെയറിലൂടെ പെനട്രേറ്റ് ചെയ്ത് അതിലൂടെ കയറിയിട്ട് വേണം എവിടേക്ക് എത്താൻ, തുളച്ച് കയറണം അല്ലേ, അതിനുള്ളിലൂടെ പെനട്രേറ്റ് ചെയ്ത് പോകണം പൊട്ടൻഷ്യൽ ബാരിയറിലേക്ക്, പി എൻ ജംഗ്ഷനിലേക്ക്. അപ്പോൾ അതുകൊണ്ട് എൻ ലെയർ തിക്നെസ് കുറച്ച് ഉള്ളത്. ഇപ്പോൾ ഇതിൽ എൻ ടൈപ്പ് പി ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിശ്ചിത വേവ് ലെങ്ത് വിസിബിൾ സ്പെക്ട്രത്തിൽ 350 to 1140 നാനോമീറ്ററിലുള്ളത് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം വിസിബിൾ സ്പെക്ട്രത്തിൽ എന്തുണ്ടാവും, ഇൻഫ്രാറെഡുകളുണ്ടാവും, അൾട്രാവയലറ്റ് ഉണ്ടാവും. അൾട്രാവയലറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതെന്താ സർഫസിൻ്റെ ടോപ്പിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ലോങ് ആയിട്ടുള്ളതാണ് ഇൻഫ്രാറെഡ്, അത് അബ്സോർബ് ചെയ്യാതെയും പോകും. അതാണ് ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി കറക്റ്റ് ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഹോൾസും ഇലക്ട്രോൺസും സെപ്പറേറ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എൻ ലെയറിലേക്കും ഹോൾസ് പി ലെയറിലേക്കും പോകുന്നതാണ്, സെപ്പറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ലൈറ്റ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഹോൾസും ഇലക്ട്രോൺസും ഇങ്ങനെ കൂടുതലായിട്ട് സെപ്പറേഷൻ നടക്കും. എൻ ടൈപ്പിലേക്ക് അവിടെ പോകുന്നത് ഇലക്ട്രോൺസ് ഹോൾസ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ കൂടുതൽ ലൈറ്റ് ഫോളോ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ സെപ്പറേഷൻ ഉണ്ടാവുകയും നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ ഇലക്ട്രോൺ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ലെയർ നല്ല ഹൈ തിക്നെസ് ആയിരിക്കും. പിന്നെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടക്ടർ 1 എന്ന് മാർക്ക് ചെയ്ത് കണ്ടക്ടർ, 2 എന്ന് മാർക്ക് ചെയ്തത് പി എൻ ജംഗ്ഷന്, 3 സെമി കണ്ടക്ടർ പി, 4 മെറ്റാലിക് കണക്ഷന്, 4 മെറ്റാലിക് കണക്ഷനാണ്, 5 ആൻറ്റി ഗ്ലെയർ മെറ്റീരിയലുമാണ്. ഓക്കെ, അപ്പോൾ ഈ മെറ്റാലിക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്, നമുക്ക് വോൾട്ടേജിനെ എടുക്കാൻ വേണ്ടി മെറ്റാലിക് കണക്ഷനാണ് ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കുക. ഓക്കെ, ആൻറ്റി ഗ്ലെയർ മെറ്റീരിയലുണ്ട്. ആൻറ്റി ഗ്ലെയർ മെറ്റീരിയൽ നമുക്ക് അടുത്തത് പഠിക്കുന്നത് അതിനെക്കുറിച്ചാണ്. സെൽ കോട്ടിങ് അഥവാ ആൻറ്റി ഗ്ലെയർ മെറ്റീരിയൽ. ആൻറ്റി ഗ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗ്ലെയറിങ് ഒഴിവാക്കാൻ. അതായത് സിലിക്കൺ ഒരു ഷൈനി മെറ്റീരിയലാണ്, തിളക്കമുള്ള. അപ്പോൾ അതൊരു കണ്ണാടിനെ പോലെ പ്രവർത്തിക്കും. കണ്ണാടിയിലേക്ക് ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് തട്ടി പ്രതികരിക്കുക, റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ലൈറ്റൊക്കെ അങ്ങ് പോവും, നഷ്ടപ്പെടിക്കണം. ഇതുപോലെ ഷൈനി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പതിക്കുന്ന ലൈറ്റിൻ്റെ 30% റിഫ്ലക്റ്റ് ചെയ്ത് പോകും. Silicon is a shiny grey material that can act as a mirror by reflecting more than 30% of the light. അപ്പോൾ നമുക്ക് അവിടെ 70% മാത്രമേ നമുക്ക് എന്തെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ടെക്നിക്സ് ആർ കോമൺലി യൂസ്ഡ് ടു റെഡ്യൂസ് റിഫ്ലക്ഷൻ. ഒന്ന്, കോട്ട് ദ ടോപ്പ് സർഫസ് വിത്ത് എ തിൻ ലെയർ ഓഫ് സിലിക്കൺ മോണോക്സൈഡ്. ആ ടോപ്പിൽ നമ്മൾ സിലിക്കൺ മോണോക്സൈഡ് തിൻ ലെയറിൻ്റെ കോട്ടിങ് കൊടുക്കും. ഒരു സിലിക്കൺ മോണോക്സൈഡിൻ്റെ തിൻ ലെയർ കോട്ടിങ് ടോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്ഷൻ കുറയ്ക്കാൻ പറ്റും. എത്രമാത്രം കുറയ്ക്കാൻ പറ്റും? സിംഗിൾ ലെയറിന് 10% വരെ. സിംഗിൾ ലെയർ reduces surface reflection to about 10% and second layer can lower the reflection to less than 4%. ഓക്കെ, ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ടെക്സ്ചർ ദ ടോപ്പ് സർഫസ്. ടോപ്പ് സർഫസിൽ ടെക്സ്ചർ ഉണ്ടാക്കുക. അതായത് കെമിക്കൽ എച്ചിങ് ക്രിയേറ്റ് എ പാറ്റേൺ ഓഫ് കോൺസ് ആൻഡ് പിരമിഡ്സ് which capture light rays that might otherwise be deflected away from the cell. സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ലൈറ്റിനെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ എച്ചിങ് മുഖേന ഒരു കോൺ അല്ലെങ്കിൽ പിരമിഡ് ക്രിയേറ്റ് ചെയ്യും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ കോൺസ് അല്ലെങ്കിൽ പിരമിഡിൻ്റെ ഷേപ്പിൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ. ഓക്കെ, ഇനി സോളാർ സെൽ മെറ്റീരിയൽസ് ഏതൊക്കെ നോക്കാം. സിലിക്കൺ ഇൻക്ലൂഡിങ് സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ, മൾട്ടി ക്രിസ്റ്റലൈൻ സിലിക്കൺ, അമോർഫസ് സിലിക്കൺ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സിലിക്കൺ എന്ന് പറയുമ്പോൾ. ഓക്കെ, സിലിക്കൺ മെറ്റീരിയൽ അതിൽ നമുക്ക് ക്രിസ്റ്റലൈൻ സിലിക്കൺ, സിംഗിൾ ക്രിസ്റ്റലൈൻ, മൾട്ടി ക്രിസ്റ്റലൈൻ, അമോർഫസ് സിലിക്കൺ ഒക്കെ ഉണ്ട്. പിന്നെ പോളി ക്രിസ്റ്റലൈൻ തിൻ ഫിലിംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് കോപ്പർ ഇൻഡിയം ഡൈസെലിനൈഡ് CIS എന്ന് പറയുന്നത്, കാഡ്മിയം ടെല്യൂറൈഡ്, തിൻ ഫിലിം സിലിക്കൺ. ഓക്കെ, അപ്പോൾ പോളി ക്രിസ്റ്റലൈൻ തിൻ ഫിലിംസിൽ വരുന്നത് കോപ്പർ ഇൻഡിയം ഡൈസെലിനൈഡ്, കാഡ്മിയം ടെല്യൂറൈഡ്, തിൻ ഫിലിം സിലിക്കൺ. പിന്നെ സിംഗിൾ ക്രിസ്റ്റലൈൻ തിൻ ഫിലിംസ് വരുന്നത് ഹൈ എഫിഷ്യൻസി മെറ്റീരിയലാണ് അതിൽ വരുന്നത്. അതായത് സച്ചാസ് ഗാലിയം ആർസനൈഡ്. ഗാലിയം ആർസനൈഡ് പോലെയുള്ള ഹൈ എഫിഷ്യൻസി മെറ്റീരിയൽ ഉൾപ്പെടുന്നതാണ് സിംഗിൾ ക്രിസ്റ്റലൈൻ തിൻ ഫിലിംസ്. ഓക്കെ, അപ്പോൾ സിലിക്കൺ, അതുപോലെ പോളി ക്രിസ്റ്റലൈൻ തിൻ ഫിലിം, സിംഗിൾ ക്രിസ്റ്റലൈൻ തിൻ ഫിലിം. ഇതിനടുത്ത് നമുക്ക് ഫോട്ടോവോൾട്ടായിക് സെൽ ബേസിക്സ് നോക്കാം. ഫോട്ടോവോൾട്ടായിക് സെൽ ബേസിക്സ് എന്തൊക്കെയാണ്? ഫോട്ടോവോൾട്ടായിക്സിൻ്റെ ബേസിക്സ്. ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ് ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഫോട്ടോവോൾട്ടായിക് ഓർ സോളാർ സെൽസ്.
ക്യാൻ ബി മെയ്ഡ് ഓഫ് മെനി സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് സോളാർ സെൽ അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് സെല്ല് ക്രിസ്റ്റലൈൻ സിലിക്കണാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ക്രിസ്റ്റലൈൻ സിലിക്കണാണ് എന്ന്. നമുക്ക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോളാർ സെൽസിനെ ഉണ്ടാക്കാൻ പറ്റും. PV cells material may differ based on the crystallinity, band gap, absorption and manufacturing complexity. ഇപ്പോൾ ഈ ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ സോളാർ സെല്ലിൻ്റെ മെറ്റീരിയൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? 1 ക്രിസ്റ്റലാലിറ്റി, 2 ബാൻഡ് ഗ്യാപ്പ്, 3 അബ്സോർപ്ഷൻ, 4 മാനുഫാക്ചറിങ് കോംപ്ലക്സിറ്റി. എന്താ ക്രിസ്റ്റലാലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചറിനുള്ളിൽ ആറ്റം എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ ക്രിസ്റ്റലാലിറ്റി. It indicates how perfectly ordered the atoms are in the crystal structure. അങ്ങനെ നമുക്ക് 4 ഫോം വരുന്നുണ്ട്. സിംഗിൾ ക്രിസ്റ്റലൈൻ, മൾട്ടി ക്രിസ്റ്റലൈൻ, പോളി ക്രിസ്റ്റലൈൻ, അമോർഫസ്. ഇനി എന്താ ബാൻഡ് ഗ്യാപ്പ്? ബാൻഡ് ഗ്യാപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് എപ്പോഴും ബൗണ്ടറി സ്റ്റേറ്റിൽ നിൽക്കും അല്ലേ, ആറ്റം എപ്പോഴും ബൗണ്ടറി സ്റ്റേറ്റിലുണ്ടാവുക. അപ്പോൾ ബൗണ്ടറി സ്റ്റേറ്റിൽ നിന്ന് ഫ്രീ ആകുമ്പോഴാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പോൾ ബൗണ്ടറി സ്റ്റേറ്റിൽ നിന്ന് ഫ്രീ സ്റ്റേറ്റിലേക്ക് ആറ്റത്തിന് വരാൻ ആവശ്യമായ മിനിമം എനർജി, അതായത് ബൗണ്ടഡ് സ്റ്റേറ്റിൽ നിന്ന് ഫ്രീ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജി നമ്മൾ പറയുന്നത് ബാൻഡ് ഗ്യാപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം എനർജി നീഡഡ് ടു മൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഇറ്റ്സ് ബൗണ്ടഡ് സ്റ്റേറ്റ് വിത്തിൻ ആൻ ആറ്റം ടു എ ഫ്രീ സ്റ്റേറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബാൻഡ് ഗ്യാപ്പ് അത് നമ്മൾ എഴുതുന്നത് EG എന്നാണ്. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്നത് EG എന്നാണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ്. ഓക്കെ, അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള വ്യത്യാസമാണ്. ബാലൻസ് ബാൻഡ് എന്ന ഏറ്റവും ലോവർ എനർജി ബാൻഡും കണ്ടക്ഷൻ ബാൻഡ് അപ്പറുമാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ഭാഗമാണ് കണ്ടക്ഷൻ ബാൻഡിൽ. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്താ പറയുന്നത്, ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ കാണാം കണ്ടക്ഷൻ ബാൻഡ്, ബാലൻസ് ബാൻഡ് അല്ലേ. ഇൻസുലേറ്ററിൻ്റെ, സെമി കണ്ടക്ടറിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടക്ടറിൻ്റെത് ബാൻഡ് ഗ്യാപ്പ് 0 ആയിരിക്കും, സെമി കണ്ടക്ടറിൻ്റെ കുറച്ചുണ്ടാവും, അതിനേക്കാൾ കൂടുതലായിരിക്കും ഇൻസുലേറ്ററിൻ്റെത്. അപ്പോൾ അങ്ങനെയാണ് ബാൻഡ് ഗ്യാപ്പ്. സെമി കണ്ടക്ടറിൻ്റെതാണ് നമുക്ക് വേണ്ടത്. സെമി കണ്ടക്ടർ മെറ്റീരിയലാണ് സിലിക്കൺ അല്ലേ. അപ്പോൾ സിലിക്കണൊക്കെ യൂസ് ചെയ്യുന്നത്, സിലിക്കൺ യൂസ് ചെയ്തിട്ടാണല്ലോ സോളാർ സെൽസ്. അപ്പോൾ സിലിക്കൺ സെമി കണ്ടക്ടറിൻ്റെത് നോക്കാം. ഇതാണ് സെമി കണ്ടക്ടറിൻ്റെ ബാൻഡ് ഗ്യാപ്പ്. ഈ ഒരു ഡിഫറൻസിനാണ് എന്താ പറയുക, ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അബ്സോർപ്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അബ്സോർപ്ഷൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ഫാർ ലൈറ്റ് വിത്ത് എ സ്പെസിഫിക് വേവ്ലെങ്ത് ഓർ എനർജി ക്യാൻ പെനട്രേറ്റ് ദ മെറ്റീരിയൽ ബിഫോർ ബീങ് അബ്സോർബ്ഡ്. അതായത് ലൈറ്റിന് അല്ലെങ്കിൽ ഒരു വേവ് ലെങ്ത്ത്, ഒരു ലൈറ്റ് എത്ര എനർജിയോടുകൂടി അല്ലെങ്കിൽ എത്ര വേവ് ലെങ്ത്തോട് കൂട്ടി അതിൻ്റെ മെറ്റീരിയലിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്യാൻ, തുളച്ച് പോകാൻ പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് അബ്സോർപ്ഷൻ. അത് ലൈറ്റ് മാക്സിമം ആ പൊട്ടൻഷ്യൽ ബാരിയറിൽ എത്തിക്കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക, മാക്സിമം ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മോൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് മീൻസ് ദാറ്റ് ലൈറ്റ് ഈസ് നോട്ട് റെഡിലി അബ്സോർബ്ഡ് ബൈ ദ മെറ്റീരിയൽ. അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന് അധികം ലൈറ്റിനെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് കൂടുതലുണ്ടെങ്കിൽ റെഡിലി അതെന്ത് ചെയ്യുന്ന മെറ്റീരിയൽ അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. ഈ അബ്സോർപ്ഷൻ 2 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് മെറ്റീരിയൽ ഓഫ് ദ സെല്ല്, 2 ആ വരുന്ന ലൈറ്റിൻ്റെ എനർജി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓർ എനർജി ഓഫ് ദ ലൈറ്റ് ബീങ് absorbed. Okay, manufacturing complexity. Most important parts of solar cells are the semiconductor layers because this is where electrons are free and electric current is created. അല്ലേ, നമുക്ക് സോളാർ സെല്ലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ ലെയറുകളാണ്. ആ ലെയറിലാണ് എന്തുണ്ടാകുന്നത്, ലൈറ്റ് ഫോളോ ചെയ്തിട്ട് അവിടെ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നതും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നതും കറണ്ട് ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കോംപ്ലക്സിറ്റിയൊക്കെ വ്യത്യസ്തമായിരിക്കും അക്രോസ് ദ മെറ്റീരിയൽ ആൻഡ് ഡിവൈസസ് സ്ട്രക്ചേഴ്സ് ബേസ്ഡ് ഓൺ മെനി ഫാക്ടേഴ്സ്, എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ്. അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ എമൗണ്ട് എത്ര, ഏത് ടൈപ്പ് മെറ്റീരിയലാണ്, അതിൽ എത്ര സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ കോംപ്ലക്സിറ്റി. ഓക്കെ, ഇനി അത് നമുക്ക് ടൈപ്സ് ഓഫ് സോളാർ സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. There are 4 types of solar cells. 4 ടൈപ്പ് സോളാർ സെൽസ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ സോളാർ സെൽ, polycrystalline or multicrystalline solar cell, amorphous or thin film solar cell, hybrid silicon solar cell. 4 ടൈപ്പാണ് വരുന്നത്. ഇതൊക്കെയാണ് മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ സോളാർ സെൽ, പോളിക്രിസ്റ്റലൈൻ സോളാർ സെൽ, അമോർഫസ് സോളാർ സെൽ, ഹൈബ്രിഡ്. അമോർഫസിനെ തിൻ ഫിലിം എന്നും പറയുന്നുണ്ട്, പോളിക്രിസ്റ്റലിനെ മൾട്ടി ക്രിസ്റ്റലൈൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം.
Monocrystalline silicon solar cell. Monocrystalline silicon solar cells are made out of silicon ingots which are cylindrical in shape. സിലിക്കൺ ഇൻഗോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോണോക്രിസ്റ്റലൈൻ സോളാർ സെൽ ഉണ്ടാക്കുന്നത്. അത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. ടു ഓപ്റ്റിമൈസ് പെർഫോമൻസ് ആൻഡ് ലോവർ കോസ്റ്റ് ഓഫ് സിംഗിൾ മോണോക്രിസ്റ്റലൈൻ സോളാർ സെൽ 4 sides are cut out of the cylindrical ingot to make silicon wafer. അതിനെ അതിൻ്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോവർ കോസ്റ്റ് ഓഫ് എ സിംഗിൾ മോണോക്രിസ്റ്റലൈൻ സോളാർ സെൽ 4 സൈഡും അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാനൽ അതിൽ നിന്നൊരു സിംഗിൾ സെല്ലും കാണിച്ചിട്ടുണ്ട്. അപ്പം പ്യുവർ മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ നിന്നാണ് ഈ സെൽസ് ഉണ്ടാക്കുന്നത്. സിലിക്കണിന് ഒരേ സ്ട്രക്ചറായിരിക്കും, ത്രൂ ഔട്ട് ഒരു സ്ട്രക്ചറായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അല്ല ഇമ്പ്യൂരിറ്റീസോ ഡിഫക്ട്സോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇൻ ദിസ് സെൽസ് ദ സിലിക്കൺ ഹാസ് എ സിംഗിൾ കണ്ടിന്യൂസ് ക്രിസ്റ്റൽ ലാറ്റിസ് സ്ട്രക്ചർ വിത്ത് ഓൾമോസ്റ്റ് നോ ഡിഫക്ട്സ് ഓർ ഇമ്പ്യൂരിറ്റീസ്. Polycrystalline silicon solar cell. Solar panels based on polycrystalline silicon, which also known as polysilicon (PSI) and multicrystalline silicon എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പോളിക്രിസ്റ്റലൈനെ നമ്മൾ മൾട്ടി ക്രിസ്റ്റലൈൻ സിലിക്കൺ എന്നും അല്ലെങ്കിൽ പോളിസിലിക്കൺ എന്നും, പോളിക്രിസ്റ്റലൈൻ അല്ലാതെ പോളിസിലിക്കൺ എന്നൊക്കെ അറിയപ്പെടുന്നത് തന്നെയാണ് പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ സോളാർ സെല്ലിനെയാണ്. ഇതിൽ സിലിക്കണിൻ്റെ റോ മെറ്റീരിയൽ നമ്മൾ ഉരുക്കിയിട്ട് അതിനെ നമ്മളൊരു സ്ക്വയർ മോൾഡിലേക്ക് ഒഴിച്ചു വെച്ച് തണുത്ത ശേഷം അതിനെ പെർഫെക്റ്റ് സ്ക്വയർ വേഫറായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, റോ സിലിക്കൺ ഇസ് മെൽറ്റഡ് ആൻഡ് poured into a squared mold which is cooled and cut into perfectly square wafers. അതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ സോളാർ സെല്ലിൻ്റെ ഫിഗറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തിൻ ഫിലിം സോളാർ സെൽസ് നോക്കാം. അതായത് കട്ടി കുറഞ്ഞ തിൻ ലെയർ, ഫോട്ടോ വോൾട്ടൈക് മെറ്റീരിയൽ കൊണ്ടുള്ള തിൻ ലെയർ ആണ് എന്ത് തിൻ ഫിലിം സോളാർ സെൽ. ഇറ്റ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ തിൻ ഫിലിം ലെയേഴ്സ് ഓഫ് ഫോട്ടോ വോൾട്ടൈക് മെറ്റീരിയൽസ്. ദേ ആർ ആൾസോ നോൺ ആസ് തിൻ ഫിലിം ഫോട്ടോ വോൾട്ടൈക് സെൽസ്. The thickness of thin film layers are very less, as few nanometers compared to traditional PN junction solar cell. നമ്മൾ പഴയ PN junction solar cell അപേക്ഷിച്ച് തിൻ ഫിലിം പേരിൽ തന്നെ തിന്നായിട്ടായിരിക്കും അല്ലേ, ഫ്യൂ നാനോമീറ്റർ മാത്രമേ അതിൻ്റെ തിക്നെസ് ഉണ്ടാവുള്ളൂ. ഇനി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിൻ ഫിലിം സോളാർ സെല്ലിനെ 4 തിരിക്കാം. Okay, according to the type of photovoltaic material used, thin film solar cells are classified into 4 types. ഏതൊക്കെയാണ് 4? ഒന്ന് amorphous silicon, cadmium telluride, copper indium gallium selenide, organic photovoltaic cell. ഏതൊക്കെയാണ് amorphous silicon, cadmium telluride, copper indium gallium selenide, organic photovoltaic cell. ഇനി നമുക്ക് ഹൈബ്രിഡ് നോക്കാം. ഹൈബ്രിഡ് സിലിക്കൺ സോളാർ സെൽ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ 2 മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈബ്രിഡില്ല. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ അമോർഫസ് സിലിക്കണും മോണോക്രിസ്റ്റലൈൻ സെൽസും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത് ഹൈബ്രിഡ്. ഹൈബ്രിഡ് സോളാർ അത് എന്തിനു വേണ്ടിയിട്ട്, ഹൈ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൈബ്രിഡ് സോളാർ പാനൽസ് ആർ മെയ്ഡ് ഫ്രം എ മിക്സ് ഓഫ് അമോർഫസ് ആൻഡ് മോണോക്രിസ്റ്റലൈൻ സെൽസ് ടു ജനറേറ്റ് മാക്സിമം എഫിഷ്യൻസി. ഇതിനാണ് മാക്സിമം എഫിഷ്യൻസി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോണോക്രിസ്റ്റലൈനെയും അമോർഫസിനെയും മിക്സ് ചെയ്യുന്നത്. ദർ ആർ വെറൈറ്റി ഓഫ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡ് സെൽസ്. ഒരുപാട് ടൈപ്പ് ഹൈബ്രിഡ് സെൽസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മോണോക്രിസ്റ്റലൈനും പോളിക്രിസ്റ്റലൈനും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ മോണോക്രിസ്റ്റലൈൻ ആൻഡ് പോളിക്രിസ്റ്റലൈൻ സോളാർ സെൽസ്. ഡിഫറൻസ് ബിറ്റ്വീൻ മോണോക്രിസ്റ്റലൈൻ ആൻഡ് പോളിക്രിസ്റ്റലൈൻ സോളാർ പാനൽസ്. ഒന്നാമത്തത് ഷേപ്പ്. അതിന് ഷേപ്പ് സ്ക്വയർ വിത്ത് മിസ്സിംഗ് കോർണറാണ് മോണോക്രിസ്റ്റലൈൻ സോളാർ പാനൽ. പോളിക്രിസ്റ്റലൈൻ ആണെങ്കിൽ സ്ക്വയർ ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് അതിൻ്റെ കളറിലെ ഡിഫറൻസ്. ബ്ലാക്ക് കളറിലാണ് മോണോക്രിസ്റ്റലൈന്, പോളിക്രിസ്റ്റലൈന് ബ്ലൂ അല്ലെങ്കിൽ മെറ്റൽ ഷെയ്ഡ്. എഫിഷ്യൻസി മോണോക്രിസ്റ്റലൈന് കൂടുതലായിരിക്കും, പോളിക്രിസ്റ്റലൈന് കുറവാണ്. സെൻസിറ്റീവും കോസ്റ്റും മോണോക്രിസ്റ്റലൈന് കൂടുതലാണ്, പോളിക്രിസ്റ്റലൈന് കുറവാണ്. അതിൻ്റെ പാനൽ ടൈപ്പ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൽ അറേഞ്ച്മെൻറ്റ് 1 ഡയറക്ഷൻ ആയിരിക്കും മോണോക്രിസ്റ്റലൈന്, പോളിക്രിസ്റ്റലൈന് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ബിറ്റ്സ്. ആംഗിള് കറക്റ്റ് ആംഗിളായിരിക്കും മോണോക്രിസ്റ്റലൈനിൽ, പോളിക്രിസ്റ്റലൈന് ഓൾ ആംഗിൾ, എല്ലാ ആംഗിളിലും നമുക്ക് പോളിക്രിസ്റ്റലൈൻ പറ്റും, കറക്റ്റ് ആംഗിളിൽ മാത്രമേ മോണോക്രിസ്റ്റലൈൻ പറ്റുള്ളൂ. അതുപോലെ 1 ഡയറക്ഷനാണ്. സെൽ അറേഞ്ച്മെൻറ്റ് ഒരു ഡയറക്ഷനിൽ മാത്രമാണ്, അതായത് ഒരുപാട് ബിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പോളിക്രിസ്റ്റലൈൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, സെൽസിനെ കുറിച്ച്, ഫോട്ടോവോൾട്ടൈക് സെല്ല്, സോളാർ സെല്ല്, അതിൻ്റെ ബേസിക്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ടൈപ്സ് ഓഫ് സോളാർ സെൽസ്, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോക്രിസ്റ്റലൈൻ ആൻഡ് പോളിക്രിസ്റ്റലൈൻ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം മെറ്റീരിയലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.